കാർത്തിക മാസത്തിന്റെ എത്രാമത്തെ ദിവസം? എത്രാമത്തെ ദിവസം? 20. ശരിക്കും പറഞ്ഞാൽ 19ാമത്തെ ദിവസം. പക്ഷെ നമ്മൾ ആഘോഷിച്ചു തുടങ്ങി 20ാമത്തെ ദിവസം. കാർത്തിക മാസത്തിന്റെ 20ാമത്തെ ദിവസമാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഭഗവാൻ എന്തുമാത്രം ഒരു അനുകമ്പയാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന്. ഇത്തരം ആഘോഷങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഭഗവാനെ വിളിക്കില്ലായിരുന്നു. ഭഗവാനെ നമ്മൾ മറക്കുമായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ നമ്മളെ മറക്കും. സുഖം നമ്മൾ സുഖലോലുപരായി മാറുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ പോകുമ്പോഴോ നമ്മൾ വിചാരിക്കും നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ കഴിക്കുന്നു, നമ്മൾ കുട്ടികളെ വളർത്തുന്നു. ഭഗവാൻ എന്നൊരു കഥാപാത്രത്തെ നമ്മൾ അറിയാതെ മറന്നുപോകും. ആ മറന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മറ്റ് പ്രയാസങ്ങളിലേക്കുള്ള ഒരു കാൽവയ്പാണ്. സമ്പത്തുകളെല്ലാം തീരും. അതായത് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന്റെ കൂട്ടാണ്. അതായത് ബാങ്കിൽ ഒരു FD ഇട്ട് കഴിഞ്ഞാൽ ആ FD നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഓർമ്മയുണ്ട് ഈ ഇൻട്രസ്റ്റ് വരുന്നത് FDയിൽ നിന്നാണ് എന്നുള്ളത്. ആ FD പോയി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പോയി. അതെല്ലാം നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കാതെ നമ്മളെ കൈ കിട്ടിയിരിക്കുന്ന കുറേ തുക നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ അതിൽ നിന്ന് എടുത്ത് കൊണ്ടേയിരിക്കും. നമ്മൾ ലക്ഷറിയസ് ലൈഫ് നമ്മൾ അതൊന്നും ഓർമ്മിക്കുന്നില്ല. എൻ്റെ കയ്യിലുണ്ട്. പണ്ടത്തെ നായർ കേടികളെ പോലെ, നായർ തറവാടികളെ പോലെ വിൽക്കുക കഴിക്കുക, വിൽക്കുക കഴിക്കുക, ഇതായിരുന്നു അവരുടെ. അതുകൊണ്ട് തന്നെ പണ്ടത്തെ നായർ തറവാടികൾ എന്ന് പറയുന്നവർ ആ പേര് മാത്രം ബാക്കിയായി നിന്നുകൊണ്ട് ഭൂമികളെല്ലാം സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ വീട്ടിലെ ബാല്യക്കാര് അത് കൊണ്ടുപോയി. ഇതൊരു ചരിത്ര സത്യമാണ്. അതുപോലെ പറയുന്ന പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, ക്രിസ്ത്യാനി ഗതി കെട്ട് കഴിഞ്ഞാൽ പെന്തക്കോസാവുകയും നായർ ഗതി കെട്ട് കഴിഞ്ഞാൽ ചായക്കട ഇടുകയും ചെയ്യും എന്നുള്ളത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ആ FD ഇല്ലാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന മൂലധനം മാത്രം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സുഖലോലുപതരാവുകയും നമ്മൾ ബാക്കി കാര്യങ്ങൾ മറക്കുകയും ഇത് നാളേക്ക് കഴിയുമെന്നുള്ള ചിന്ത ഇല്ലാതാവുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒരു നാൾ ഈ പണം തീർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുവരെ നമ്മൾ ചിന്തിച്ചില്ല ഇതൊരിക്കൽ തീരുമെന്നുള്ളതും ഇതിനെ എന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതും നമ്മൾ ചിന്തിച്ചില്ല. അതുപോലെയാണ് ഭഗവാനുമായിട്ടുള്ള ബന്ധം. നമ്മൾ ഈ ആഘോഷങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മൂലധനത്തിനെ അതിൻ്റെ കമ്മീഷൻ, അതിൻ്റെ ഇൻട്രസ്റ്റ് വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ അതേപോലെ നിലനിൽക്കും. അതുതന്നെയാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്, അനന്യ ചിന്തയന്തോ മാം യജന പരിപാസതി തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമിഹം. അന്യചിന്തയില്ലാതെ എന്നെ ഭജിക്കുന്നവർക്ക് അർജുന, അവർക്ക് എന്തൊക്കെ ഉണ്ടോ ഞാനത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കും. അവർക്ക് എന്തൊക്കെ ആവശ്യകതകളുണ്ടോ ഞാനത് അവർക്ക് കൊടുത്തിരിക്കും. അത് ഭഗവാൻ തന്നിരിക്കുന്ന ഒരു വാക്കാണ്. ഈ ആഘോഷങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ സ്മരണകളും ഭഗവാനോടുള്ള പ്രതിബദ്ധതയും നമുക്കുള്ള സൗഭാഗ്യങ്ങൾ കൂടാനുള്ള ആ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളും ഒക്കെയാണ്. പക്ഷെ അതെല്ലാം മറ്റു ഭൗതികമായ താല്പര്യങ്ങളൊന്നുമില്ലാതെ, കാമ ക്രോധ മത ലോഭ മത്സര്യമില്ലാതെ ഭഗവാന്റെ അടുത്ത് ശരണാഗതി പ്രാപിക്കുമ്പോൾ തീർച്ചയായും ആ സമ്പത്തിനെ ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ഭഗവാൻ തരുന്ന ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആഘോഷങ്ങൾ
നമ്മൾ കൊള്ളേണ്ടതാണ്. ഈ ആഘോഷങ്ങൾ ചെയ്യുന്നവര് ഭാഗ്യവാന്മാരാണ്. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ ഈ 20ാമത്തെ ദിവസം ഭഗവാനെ, അല്ലയോ ഭഗവാനെ, ഇത് അങ്ങ് ഞങ്ങൾക്ക് തന്ന ഒരു അവസരമാണ് അങ്ങയെ സേവിക്കാനുള്ള. കൃഷ്ണ, അങ്ങക്ക് ഇതൊന്നും ആവശ്യമില്ല, പക്ഷേ ഞങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഇതൊക്കെ ഒരുക്കി കൂട്ടി വച്ചിരിക്കുന്നു. ഭഗവാനെ, ഇത് എന്നും ഭക്തിയോടെ സേവ ചെയ്യാനുള്ള ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് എന്നും കിട്ടണമേ എന്ന പ്രാർത്ഥനയോടെ കാർത്തിക മാസത്തിന്റെ മെസ്സേജുമായി ഹരേ കൃഷ്ണ വരുന്നു സ്മിതമാതാജി. ഹരേ കൃഷ്ണ. സ്മിതമാതാജി ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ വരൂ. ഞാന് കാർത്തിക മാസത്തിന്റെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഭഗവാൻ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരു സ്റ്റോറി പറയാണ്. അപ്പൊ ഇന്നലെ നമ്മൾ നോക്കി ഭഗവാന്റെ വിശേഷ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ ദാമോദർ ലീലയിലുള്ളത് എന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ദാമോദർ ലീല ഇത്രയും ഇമ്പോർട്ടന്റ്, ഏതൊക്കെ രസങ്ങൾ അതിലുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പോ അൺകോൺകറബിൾ ആയിട്ടുള്ള ഈ ഭഗവാനെ ഈ ലീലയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഭഗവാനെ മദർ യശോദ, അമ്മ യശോദാമയ്യ എങ്ങനെ ഭക്തി കൊണ്ട് കോൺകർ ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലീലയിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. അതായത് ഭക്തിബദ്ധം, നമ്മള് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഭക്തിബദ്ധം. അതായത് ഓൺലി ഭക്തി ക്യാൻ കോൺകർ കൃഷ്ണ. ഇപ്പൊ നമുക്കറിയാം, യോഗികള് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ യശോദാമയ്യക്ക് മാത്രമേ ഭഗവാനെ പിടിച്ച് കെട്ടാൻ പറ്റിയുള്ളൂ. ഞാൻ ഒരു മഹാരാജിന്റെ ലെക്ചറിൽ കേട്ടു, ഇപ്പൊ നമുക്ക് ആരെങ്കിലും കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഭഗവാനെ കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ അടുത്തുനിന്ന് ഓടിപ്പോവും. അതേസമയം നമ്മള് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്തിട്ട് ഭഗവാനെ എന്നെ കൺട്രോൾ ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കാൻ എന്ന് തുടങ്ങുന്നോ അന്ന് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നു. സോ അതായത് ഇപ്പൊ ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളത് പോലെ അന്യാഭിലാഷിത ശൂന്യം, അതായത് ഒരു അഭിലാഷം, അതായത് ഒരു ഡിസയർ, ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡിസയറും നമ്മുടെ അടുത്ത് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മളോട് കെട്ടിക്കോളാൻ, അതായത് ഭഗവാനെ ടൈ ചെയ്തോളാൻ പറയുകയും ചെയ്യും. അപ്പൊ ഈ ലീലയിലൂടെ നമ്മൾ കാണുന്നത് എങ്ങനെ ഭഗവാനെ നമുക്ക് ക്ലോസ് ആക്കി നമ്മുടെ അടുത്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിൽ ഭഗവാനെ കെട്ടിയിടാം എന്നുള്ളതാണ് ഈ ദാമോദർ ലീല കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഓൺലി ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് കോൺകർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഈ ലീലയിൽ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷൻസ്, ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും തമ്മിലുള്ള ആ റെസിപ്രൊക്കേഷൻ, ഇമോഷൻസിന്റെ റെസിപ്രൊക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇമോഷൻ, രണ്ടാൾക്കാർ തമ്മിൽ ഒരു ഇമോഷൻ എങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും? നമുക്ക് ഷെയർ ചെയ്യാൻ അപ്പോഴേ പറ്റുള്ളൂ കറസ്പോണ്ടിങ് ആയി നിൽക്കുന്ന ആളും ആ ഇമോഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എന്താ പറയാ, ഒരു ഫേവറബിൾ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളുമായിട്ട് ഒരു ഇമോഷൻ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ലീലയിൽ കാണാം ഭഗവാൻ എത്ര എന്താ പറയാ, എത്ര സ്നേഹത്തോടെ ഓരോരുത്തരുടെയും ഇമോഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ റെസിപ്രൊക്കേറ്റ് ചെയ്യണു എന്നുള്ളത് നമുക്ക് ഈ ലീലയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കറിയാം ഭഗവാൻ ഒരുപാട് ലീലകള് ഉണ്ടായിട്ടുണ്ട്, ഭഗവാന്റെ ഒരുപാട് ലീലകൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ എന്താ പറയാ ധാമിലും ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു ചെറിയ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് ജഗന്നാഥനെ പറ്റിയിട്ട്. ജഗന്നാഥന്റെ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു, രഘുദാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ രഘുദാസ് ഭയങ്കര ക്ലോസ് ആണ് ജഗന്നാഥുമായിട്ട്. അപ്പൊ ഒരു ദിവസം ജഗന്നാഥ് രഘുദാസിന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറയും, എനിക്ക് ചക്ക കഴിക്കണം എന്ന്.
അപ്പൊ പറയും ഓക്കെ ശരി നമുക്ക് അറേഞ്ച് ചെയ്യാന്ന് പറയും. അപ്പൊ ഭഗവാൻ പറയും നോ 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 നോ, എനിക്ക് എവിടുന്നും മേടിച്ചു കൊണ്ടുവന്ന് മീൻസ് ആരുടെടുത്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് മേടിച്ച് കൊണ്ടുവന്നിട്ട് എനിക്ക് കഴിക്കണ്ട, എനിക്ക് അത് കട്ട് തന്നെ തിന്നണം എന്ന് പറയും ഭഗവാൻ. അപ്പൊ രഘുദാസ് പറയും അയ്യോ അതെന്തിനാ അങ്ങനെ ചെയ്യണത്, മോഷ്ടിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം, നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗന്നാഥിന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വേണമെന്നുണ്ടെങ്കിലും തരുമല്ലോ ചക്ക, പിന്നെന്തിനാ മോഷ്ടിക്കണത് എന്ന് പറയും. അപ്പൊ ജഗന്നാഥ് പറയും പോരാ, എനിക്ക് കട്ട് തന്നെ കഴിക്കണം എന്ന് പറയും. അപ്പൊ അവര് തമ്മിൽ ഓക്കെ എഗ്രി ചെയ്യും, രഘുദാസും ജഗന്നാഥനും കൂടെ ഓക്കെ നമുക്ക് കട്ട് തന്നെ കഴിക്കാം. അങ്ങനെ രാജാവിന്റെ ഗാർഡനിൽ അവിടുത്തെ ചക്ക തന്നെ വേണമെന്ന് പറയും ജഗന്നാഥൻ. അപ്പൊ ശരി. അപ്പൊ ജഗന്നാഥ് ആ സമയത്ത് പറയുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യശോദാമയ്യയുടെ വീട്ടിൽ ഇത്ര പാലും വെണ്ണയും ഒക്കെ ഉണ്ടായിട്ടും ഗോപികമാരുടെ വീട്ടിൽ പോയി മോഷ്ടിച്ച് കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടായത്. അപ്പൊ അതുപോലെ ഈ ചക്ക കൊണ്ടുതരണേനെക്കാട്ടിലും എനിക്ക് കട്ടിട്ട് കഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുക എന്ന് പറയുന്നത്. അങ്ങനെ ജഗന്നാഥും രഘുദാസും കൂടെ ഈ ചക്ക മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് രാജാവിന്റെ തോട്ടത്തിൽ പോകും. അപ്പൊ ജഗന്നാഥ് പറയും ഞാൻ താഴെ നിൽക്കാം, മുകളില് രഘുദാസ് കയറിയാ മതി, എന്നിട്ട് നല്ലത് നോക്കിയിട്ട് പറിച്ചിട്ട് താഴെ കിട്ടാ മതി, ഞാൻ പിടിക്കാന്ന് പറയും. അപ്പൊ രഘുദാസ് പറയും ഓക്കെ ഞാൻ കേറാന്ന് പറഞ്ഞ് രഘുദാസ് മരത്തിൽ കയറും. മരത്തിൽ കയറി തെരഞ്ഞ് നല്ലൊരു ചക്ക കണ്ടുപിടിക്കും. അപ്പൊ പറഞ്ഞു ജഗന്നാഥനോട് പറയും ചക്ക കണ്ടുപിടിച്ചു, നല്ലത് കണ്ടുപിടിച്ചു, ഞാൻ അത് വെട്ടിയിട്ട് താഴേക്ക് ഇടട്ടെ എന്ന് ചോദിക്കും. അപ്പൊ പറയും ആ ഇട്ടോളൂ എന്ന് പറയും ജഗന്നാഥ്. അങ്ങനെ ഈ ചക്ക ഇട്ടതും ജഗന്നാഥിനെ കാണാനില്ല, ചക്ക പടവോന്ന് പറഞ്ഞ് താഴേക്ക് വീണു. ജഗന്നാഥ് അവിടുന്ന് മുങ്ങി. ശബ്ദം കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഈ രാജാവിന്റെ ഗാർഡന്റെ പുറത്തൊക്കെ സൈനികരുണ്ടാവുമല്ലോ, ഗാർഡ്സ് ഉണ്ടാവുമല്ലോ, അവര് ഓടി വന്ന് നോക്കുന്ന സമയത്ത് ജഗന്നാഥിന്റെ മഹാഭക്തനായ രഘുദാസ് ചക്ക കക്കാൻ വേണ്ടിയിട്ട് മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നതാണ് ഇവർ കാണുന്നത്. അങ്ങനെ ഇവര് ഇറങ്ങാൻ പറയും, മരത്തുനിന്ന് രഘുദാസ് ഇറങ്ങും. ഇറങ്ങിയിട്ട് അങ്ങനെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുപോകും. അങ്ങനെ സൈനികര് പറയും ഇങ്ങനെ രഘുദാസിനെ ഞങ്ങള് ചക്ക കക്കുന്ന ഇത് അവിടുന്ന് ചക്ക കട്ടിട്ട് നമ്മൾ പിടിച്ചതാണെന്ന് പറയും. അപ്പൊ രാജാവിന് ഭയങ്കര അതിശയവും, ഇത്രയും വലിയൊരു ഭക്തൻ എന്തിനാണ് ഈ ചക്ക കക്കാൻ വേണ്ടിയിട്ട് ഈ രാത്രി സമയത്ത് ഇവിടെ കയറിയത് എന്നുള്ളത്. അപ്പൊ രഘുദാസ് പറയും അങ്ങനെയല്ല, സത്യത്തിൽ എൻ്റെ ഒപ്പം ജഗന്നാഥും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ചക്ക പറിച്ച് താഴെ ഇട്ടപ്പോഴേക്കും ജഗന്നാഥിനെ കാണാനില്ല, അങ്ങനെയാണ് ചക്ക വീണത്. അപ്പൊ ബാക്കി ആരും വിശ്വസിക്കില്ല. അപ്പൊ രാജാവ് പറയും അതിനെന്ത് തെളിവാണുള്ളത് എന്ന് പറയും. അപ്പൊ നോക്കുമ്പോ ആ സ്ഥലത്ത് ഈ ഉത്തരീയം, ജഗന്നാഥിന്റെ ഉത്തരീയം അവിടെ ഉണ്ടാവും. അപ്പൊ രഘുദാസ് പറയും എന്താ അത് ജഗന്നാഥിന്റെ ഉത്തരീയമാണ് ഇവിടെ കിടക്കുന്നത് എന്ന് പറയും. അപ്പൊ അവര് പറയും ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജഗന്നാഥിന്റെ അടുത്തേക്ക് പോകും. പോയിട്ട് അവിടെ ഡേറ്റിയിൽ നോക്കുമ്പോ ഈ ഉത്തരീയം മിസ്സിംഗ് ആണ്. അപ്പൊ രാജാവിന് മനസ്സിലാവും ജഗന്നാഥിന്റെ കളിയാണ്, ജഗന്നാഥൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ രാജാവ് ഈ തോട്ടത്തിൽ നിന്ന് ഒരുപാട് ചക്ക ക്ഷേത്രത്തിലേക്ക് അയക്കുകയും ഭഗവാനെ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഞങ്ങൾ ഈ സ്റ്റോറി ആക്ച്വലി ഭക്തി പുരുഷോത്തം സ്വാമി മഹാരാജ് ഒരിക്കൽ സിന്ധി ഹാളിൽ പറഞ്ഞതാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ എപ്പോ ചക്ക കാണുമ്പോഴും സൂപ്പർ മാർക്കറ്റില് നമ്മൾ ഈ ജഗന്നാഥിനെ ആലോചിക്കും. അപ്പൊ മേടിച്ചിട്ട് വന്നിട്ട് ജഗന്നാഥിനെ ഓഫർ ചെയ്യും. അപ്പൊ ഇനി മുതൽ നിങ്ങളും ഒക്കെ ചക്ക കാണുമ്പോ ജഗന്നാഥിനെ ആലോചിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാന്. അതാണ് ഞാൻ ഈ സ്റ്റോറി എടുക്കാൻ കാരണം. അതായത് ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ആ എന്താ പറയാ ലീലകള് എത്ര സ്വീറ്റ് ആണെന്ന് നോക്കൂ. എങ്ങനെ ഭഗവാൻ നമ്മുടെ അടുത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. ചക്കപ്പഴത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഭഗവാൻ പല കളികളുണ്ട്. ഞങ്ങള് പുരിയില് ആ സ്നാനയാത്രയ്ക്ക് പോകുമ്പോൾ ബിജിപ്രഭു സുധീർ പ്രഭു ഒക്കെ ഉണ്ട്, ഞങ്ങൾ സ്നാനയാത്രയ്ക്ക് പോകുന്നത്. ആ സമയത്ത് അന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ ചക്കപ്പഴം ജന കൊണ്ടു തരുന്നതെന്നുള്ളത്. ഭഗവാൻ ഓഫർ ചെയ്യാണ്, ജഗന്നാഥനെ ഓഫർ ചെയ്തിട്ട് ചക്കപ്പഴം കുറെ നല്ല സുന്ദരമായ തേനൂർന്ന മധുരമായിരുന്നു. അതും ഡയറക്റ്റ് ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്നൊരു ഭാഗ്യം എന്തോ അറിയില്ല.
അങ്ങനെങ്കിലും നേരെയാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. തോന്നിവാസിയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, വലിയ ഭക്തിയൊന്നുമില്ല. അപ്പം അങ്ങനെയെങ്കിലും എന്റെ പ്രസാദമെങ്കിലും കഴിച്ചിട്ട് നീ നേരെയാവൂ എന്നുള്ള ചിന്തയിലായിരിക്കാം ആദ്യം ആ ചക്കപ്പഴമൊക്കെ കഴിക്കാൻ തന്നെ ഉള്ള ഭാഗ്യം ഭഗവാനെ ഉണ്ടായി. കൃഷ്ണ, ഇന്നിവിടെ ഞങ്ങൾ വീണ്ടും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ നിവേദ്യം എന്നെന്നും സന്തോഷത്തോടെ ഞങ്ങൾ കഴിക്കാൻ സാധിക്കുമാറാകണമേ. ഹരേ കൃഷ്ണ. അതുപോലെ ഭഗവാന്റെ ഒരുപാട് കളികൾ, ഇന്നലെ ശില്പമാതാജി നമ്മുടെ ആ അഹങ്കാരത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ചെറിയ കാര്യം പോലും ഭഗവാൻ ക്ഷമിക്കില്ല എന്ന് മറ്റൊരു കഥയിലൂടെ നമുക്ക് വീണ്ടും മനസ്സിലാവും. അതായത് ഞാൻ നേരത്തെ ആ തുളസി പരിചരണവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ രാധാറാണിയുടെ. അങ്ങനെ ഭഗവാനും രാധാറാണിയൊക്കെ ആയിട്ട് സന്ധിച്ചു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് രാസക്രീഡയുടെ ആ രാസനൃത്തത്തിന്റെ രാസ ഡാൻസിന്റെ ഒക്കെ അതിനും തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു. അതെ, തൊട്ട് മുമ്പാണ്. രാധാറാണിക്ക് ഒരു ചെറിയ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ഗർവ്, ഒരു അഭിമാനം, അഹങ്കാരം എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു ഗർവ്. കാര്യം കൃഷ്ണൻ എന്റെ കൂടെ ഉണ്ട്, അതിന്റെ ഒരു ഗർവ്. അങ്ങനെ പോകുമ്പം ഇതേപോലെ ഗർവ് ഗോപികമാർക്കുണ്ടായപ്പോഴത്തേന് ഭഗവാൻ അവിടെ നിന്ന് ഡിസപ്പിയർ ആയി, ഒറ്റ പോക്ക് പോയി. അങ്ങനെ പോകുമ്പോഴാണ് രാധാറാണിയായിട്ട് മാത്രമാണ് പിന്നുള്ള പോക്ക്. ഗോപികമാര് കണ്ണടച്ച് നോക്കിയപ്പോഴത്തേന് ഭഗവാനെ കാണുന്നില്ല. ഭഗവാൻ അങ്ങനെ പോയി. ഭഗവാൻ അങ്ങ് രാധാറാണി. അപ്പൊ രാധാറാണിക്ക് ഒന്നുകൂടെ ഒരു അഭിമാനം തോന്നി, എന്റെ കൂടെ മാത്രമേ ഉള്ളൂ കൃഷ്ണൻ. അപ്പൊ ഇന്ന് കൃഷ്ണനടുത്ത് ഞാനൊരു കളി കളിക്കും. അങ്ങനെ പെട്ടെന്ന് രാധാറാണി പറഞ്ഞു, കൃഷ്ണ, എനിക്ക് ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല, എന്റെ കാലാകെ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പിടിച്ചുകൊള്ളാം, പതുക്കെ നടക്കൂ എന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് അങ്ങനെ പോലും നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിന്റെ തോളയിൽ കയറിയിരിക്കണം. ശരി, കൃഷ്ണൻ സമ്മതിച്ചു. പക്ഷെ ആ സമയത്ത് ചെറിയ ഒരു ഗർവ് രാധാറാണിക്കുണ്ടായി. ഗർവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ എനിക്കത് അപരാധമായിരിക്കും, ഗർവായിരിക്കത്തില്ല. ആ രാധാറാണിക്ക് ചെറിയൊരു എന്താ പറയുന്നത്, ഒരു അഭിമാനം. ഞാൻ കൃഷ്ണന്റെ കഴുത്ത് തോളയിൽ ഇരിക്കാൻ പോകുന്നു. ആ സമയം കൃഷ്ണൻ അവിടെ നിന്ന് ഡിസപ്പിയർ ആയി. രാധാറാണിക്ക് കിട്ടിയില്ല. പിന്നെ രാധാറാണി കുറേ നടക്കേണ്ടി വന്നു ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഭഗവാനുമായിട്ടുള്ള ഓരോ അണുവിടയിലും ആ സമ്പർക്കത്തിലും നമ്മൾ ഒരിക്കലും, ഒരു തലമുടി നാരിനെങ്കിലും നമ്മൾ ഒരിക്കലും ഗർവ് പാലിക്കാൻ പാടില്ല. അഹേതുകമായ കാരുണ്യം കാണണം, കേൾക്കണം, കിട്ടണമെന്നുണ്ടെങ്കിൽ നിഷ്കളങ്കമായ അചഞ്ചലമായ സ്നേഹത്തോടെയുള്ള ഭക്തി കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. അടുത്ത ഭഗവാന്റെ കഥയ്ക്ക് മുമ്പായിട്ട് ഉണ്ടോ അവിടെ സ്നേഹ? ഹരേ കൃഷ്ണ, ഒന്ന് പറ്റുമോ? കുറച്ച് കഴിയുമ്പോഴേക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. അടുത്ത കീർത്തനവുമായിട്ട് കമല വരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കമല ഇല്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ, വരൂ. ഹരേ കൃഷ്ണ, സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വോയിസ് കുറവാണ്. ഹരേ കൃഷ്ണ. ആദ്യം കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ലൈൻ വന്നപ്പോഴാണ് കുറവ് വന്നത്.
കേൾക്കാൻ പറ്റുന്നുണ്ടോ പ്രഭു? ഉണ്ട്, പക്ഷെ വോളിയം കുറവാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്, പാടിക്കോളൂ. അതങ്ങനെ കിടന്നോട്ടെ, നോ ഇഷ്യൂ, പാടിക്കോളൂ. ഓക്കെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ
Krishna Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna
കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. താങ്ക് യു. അങ്ങനെ രാധാറാണി അതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ ഒന്നിച്ചിട്ട് പിന്നെ രാസനൃത്തത്തിന്റെ ഉള്ള പരിപാടിയാണ്. വളരെ മനോഹരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ ആ 9 സ്കന്ധങ്ങൾ വായിച്ചിട്ട് ദശമസ്കന്ധത്തിലോട്ട് പോകുമ്പോഴേ അതിന്റെ ആ റിയാലിറ്റിയിലോട്ട് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ആ ഭക്തിയുടെ തലത്തിൽ, സ്നേഹത്തിന്റെ തലത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ രാധാറാണിയും ഗോപികമാരും ഭഗവാനും ഒക്കെ ഒരുമിച്ചിട്ട് ഗോവർദ്ധന പർവ്വതത്തിലൊക്കെ നൃത്തം ചെയ്ത് അങ്ങനെ വരുന്നു. അങ്ങനെ വന്നിട്ട് അതിന് അപ്പുറത്തോട്ട് മാറിയിട്ട് വളരെ മനോഹരമായ ഒരു പ്രദേശത്ത് വീണ്ടും നൃത്തം ആരംഭിച്ചു. ആ സ്ഥലത്തിന്റെ പേരാണ് ശൃംഗാരമണ്ഡലം എന്ന് പറയും. ഇപ്പോഴും വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ശൃംഗാരമണ്ഡലം. അപ്പൊ അവിടുന്നും അങ്ങനെ ചെയ്ത് വളരെ രസമാണ്. അങ്ങനെ ആ സമയത്ത് ഭഗവാന്റെ ഓടക്കുഴൽ നമുക്കൊന്ന് കേൾക്കണം. അത്ര സുന്ദരമായ മനോഹരമായ ഓടക്കുഴൽ നാദമാണ്. അങ്ങനെ ഒരു രാഗം ഭഗവാൻ ആ ഓടക്കുഴലിൽ വായിച്ചു. ഏതാണ് ആ രാഗം എന്ന് പറയാമോ? ആ രാഗം വായിച്ചിട്ട് നമ്മൾ പറയത്തില്ലേ സംഗീതം ചെയ്തിട്ട് മഴ പെയ്യും എന്നുള്ളത്. അങ്ങനെ ഭഗവാൻ ആ രാഗം വായിച്ചപ്പോഴത്തിന് പെരുമഴ അവിടെ ഉണ്ടായി. ആ രാഗത്തിന്റെ പേര് പറയാമോ? അമൃതവർഷിണി അല്ല. മഴ പെയ്യുന്ന രാഗമാണ് അമൃതവർഷിണി ആണ്. പക്ഷേ ഭഗവാൻ അന്ന് വായിച്ച രാഗത്തിന്റെ പേര് ഒരു വർഷിണി, അമൃതവർഷിണി അത് തന്നെയാണോ ആ വേറെ പേരാണോ അറിയില്ല. പക്ഷേ മേഘമല്ലാർ രാഗം, മേഘമല്ലാർ രാഗമാണ് ഭഗവാൻ അവിടെ വായിച്ചത്. വളരെ സുന്ദരമാണ്. അങ്ങനെ മഴകൾ വന്നു, മഴ പെയ്തു. അങ്ങനെ അവിടുന്ന് പിന്നെ മഴയത്ത് എല്ലാം പിന്നെ പാടി ആടി രസിച്ച് വീണ്ടും ആ ഒരു ഇമോഷൻ, ആ ഒരു സ്പിരിച്വൽ മൊമെന്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ പറയുന്നതിന് പകരമാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ഭാഷ്യകാരന്മാർ നൃത്തം ചവിട്ടി, രാസനൃത്തം ചവിട്ടി, ഭഗവാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഗോപികമാരുടെ കഴുത്തിൽ കയറി കൈയിട്ടു. ഇതൊന്നും അവർക്ക് പറയാൻ സമയം കാണത്തില്ല. വൃന്ദാവനത്തിലെ ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് പോയി, എന്തൊക്കെ അവിടെ സംഭവിച്ചു, അതൊന്നും പറയാൻ സമയം കാണത്തില്ല. അതുകൊണ്ടാണ് പ്രഭുപാദർ എപ്പോഴും പറയുന്നത് സാധാരണ ആൾക്കാരിൽ നിന്നും മാത്രമല്ല, നിത്യവൃത്തിക്കുള്ള ആൾക്കാരിൽ നിന്നും മാത്രമല്ല, ലൗകിക ജീവിതം നയിക്കുന്നവരിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേൾക്കാനേ പാടില്ല എന്നുള്ളത്. ഇതാണ് അർത്ഥം. വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ലൗകിക ജീവിതത്തിലാണെങ്കിലും ഗാർഹസ്ഥ ജീവിതത്തിലാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവര് ആശ്രമവാസികളാണ്, ഗൃഹസ്ഥ ആശ്രമവാസികളാണ്. അവര് ഭഗവാനെ വിട്ട് ഒരു ജീവിതം അവർക്കില്ല. അതാണ് വൈഷ്ണവരും സാധാരണ പണ്ഡിതരും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ അങ്ങനെ ഭഗവാൻ അവിടുന്ന് താലവനത്തിലേക്ക് പോകും. താലവനത്തില് എത്തുമ്പോഴേക്കും കൂട്ടുകാരും ഗോപികമാര് പറയും, ഞങ്ങൾക്ക് ഒരടി ഇനി നൃത്തം ചവിട്ടാൻ പറ്റത്തില്ല, നന്നേ വിശക്കുന്നു, ദാഹിക്കുന്നു എന്ന് പറയും. അങ്ങനെ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ യമുനയാണെങ്കിൽ വളരെ അകലെയാണ് കൃഷ്ണ, ഇവിടെ എവിടുന്ന് വെള്ളം കിട്ടും, ഇനി ഒരടി പോലും ഒരു സ്റ്റെപ്പ് പോലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട്, ഭഗവാന്റെ കയ്യിൽ ഒരു ചൂരൽ വടി ഉണ്ടായിരുന്നു, ആ ചൂരൽ വടി കൊണ്ട് വെറുതെ തറയിലൊന്ന് കോടി. അവിടുന്ന് ഭയങ്കര വെള്ളം, ജലപ്രവാഹം തന്നെ ഉണ്ടായി. ആ പ്രവാഹത്തിനെയാണ് വേത്രതീർത്ഥം എന്ന് പറയുന്നത്. വേത്രതീർത്ഥം. ഹരികൃഷ്ണ. ഭഗവാന്റെ തുറന്നുള്ള കളികൾക്ക് മുമ്പായിട്ട് വീണ്ടും കാർത്തിക മാസത്തിന്റെ സന്ദേശവുമായിട്ട് ശില്പമാതാജി വരും. ഹരികൃഷ്ണ. Hare Krishna. It's so beautiful to hear Manilal Prabhu and Smita Mataji's stories today, because not today, all these days, all these Damodar month and ദിവസങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്ന സ്റ്റോറീസ് ശരിക്കും it is like taking us to another level actually. ഭക്തിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഭാഗവതത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയാൻ ഉള്ളത്. സോ എല്ലാവർക്കും ദാമോദർ മാസത്തിന്റെ ആശംസകൾ നേരുന്നു.
രാജീവ് പ്രഭു മാതാജി ആൻഡ് കുട്ടികൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും, ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. All glories to the assembled devotees. Humble obeisances to the feet of Lord Krishna and humble obeisances to the mercy of Srila Prabhupada. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്ര എങ്ങാനും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ ഓർത്തുപോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്ത് ഞാൻ ഓർത്തുപോകും. ഒരു പീലി എങ്ങാനും കാണുമ്പോൾ അവിടുത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും. തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. അകതാരിലാർക്കുവാൻ എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ. അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ. അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. സോ നമ്മള് ഇത്രയും ദിവസം നമ്മള് ഭാഗവതത്തിന്റെ കുറച്ച് ഭാഗങ്ങള് നമ്മളിങ്ങനെ ദാമോദർ മന്തില് എന്താണ് ഈ ഭാഗവതം നമ്മൾ വായിക്കാനുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ അറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഭഗവാൻ സ്വരൂപിയായ ഭാഗവതത്തിന്റെ കാരുണ്യം, നിർവൃത്തി നാം ഓരോ കഥകളിലൂടെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഭാഗവതത്തിലൂടെ സന്ദേശങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമ്മൾ അറിഞ്ഞു വരികയാണ്. ഭഗവാനോട് എത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്സംഗങ്ങളിൽ അറ്റൻഡ് ചെയ്യാം. നമ്മള് കൂടെയുള്ള ഡിവോട്ടീസിന്റെ കൂടെ നമ്മള് സമയം ചെലവാക്കുക. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേഗം നമുക്ക് ഭഗവാനോട് എത്താൻ പറ്റുന്നത്. സോ ഇവിടെ തന്നെ നമ്മൾ ഇന്ന് ശരിക്കും ഇന്നും ഇന്നലെയും ഒക്കെ എനിക്ക് വളരെ എന്താ പറയാ ഭയങ്കര ഡീപ്പ് ഒരു ഫീലിംഗ് ആയിരുന്നു. ലൈക്ക് ഹിയറിംഗ് ദ സ്റ്റോറീസ് ഫ്രം മണിലാൽ പ്രഭു ആൻഡ് ഫ്രം സ്മിത മാതാജി. എനിക്കറിയാം സ്മിത മാതാജി, എനിക്ക് തോന്നുന്നു ഇന്നലെ കഥ പറയുമ്പോ almost she was in deep emotion that she stopped the story a little bit halfway down the line because ഒരു ഇമോഷൻ ഷീ കുഡന്റ് ഈവൻ കൺട്രോൾ ഇറ്റ്. സോ ഇതാണ് ഭക്തന്മാരുടെ മുഖത്ത് നിന്ന് ഭഗവത് കഥകൾ നേരിട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യമാണിത്. സോ ആപത്ത് ഘട്ടത്തിൽ ഭക്തന്മാരെ രക്ഷിക്കുന്ന അതിദിവ്യമായ കഥകൾ കേട്ടാൽ ഒരുവന് ഭഗവാന്റെ നേർക്ക് ബഹുമാനം ഉണ്ടാവാൻ തുടങ്ങും. കറക്റ്റ്. ആ ബഹുമാനം ക്രമേണ അതൊരു എന്താണ് ആരാധനയായിട്ട് മാറും. അത് നല്ലവണ്ണം പരിപുഷ്ടമായാൽ അത് എന്താ പറയാ ഒരു ദിവ്യമായ പ്രേമം ആയിട്ട് മാറും. സോ കൃഷ്ണ പ്രേമത്തിൽ എത്തുക
എന്ന് നമ്മൾ പറയില്ലേ, അതൊരു അനുഗ്രഹം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും കിട്ടില്ല അത്. ഓൺലി ഡീപ് ഡിവോഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. സോ ഇത് തന്നെയാണ് ഭഗവത് ഭക്തി എന്ന് പറയുന്നത്. ഒരു ഉത്തമ ഭക്തൻ എങ്ങനെ ഇരിക്കണം, എന്താണ് ഒരു ഭക്തന്റെ ലക്ഷണങ്ങൾ, കൃത്യമായി നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ല. കറക്റ്റ്. പക്ഷെ ഒരു ഉത്തമ ഭക്തൻ എന്ന് പറയുമ്പോ അഥവാ ഭാഗവതോത്തമൻ ഒരേ കണ്ണുകൊണ്ടാണ് എല്ലാരെയും കാണുന്നത്. ഭേദബുദ്ധി എന്നൊന്ന് ഇല്ല ഭക്തന്. ഒരു ഡിഫറൻസ് ഇല്ല യുനോ ഒരു ഭക്തന്. എല്ലാവരിലും ഈശ്വരനെ കാണും ഭക്തൻ. എല്ലാവരെയും സമഭാവനയോടെ കാണുകയും പെരുമാറുകയും ചെയ്യും. ഒരാളും താഴെയോ അല്ലെങ്കിൽ ഒരാള് മേളിലോ ഒന്നും ആയിട്ട് ഭക്തന് കാണാൻ പറ്റില്ല. ബിക്കോസ് എല്ലാരിലും ഭഗവാനെ കാണും. ഒരു പാട്ടുണ്ടായിരുന്നു പണ്ട്, ഗാനം എന്ന പടത്തില്. ഐ ഡോണ്ട് നോ എത്ര പേര് കണ്ടിട്ടുണ്ട്, പഴയ പടാണ്. അതിലൊരു പാട്ടുണ്ട്, താരാപദത്തെ നയിക്കുമീ താളം, സത്യമായി തുടിപ്പു പരമാവിനിലും, ആരു വലിയവൻ ആരു ചെറിയവൻ. സോ ഹൂ ഇസ് ബിഗ് ആൻഡ് ഹൂ ഇസ് സ്മോൾ? ആരാണ് ഇത് നിശ്ചയിക്കുന്നത്? യുനോ, ഈവൻ ഈ കൊറോണ കാലം വന്നപ്പോ നമുക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാ, പൈസ ഉള്ളവനും കൊറോണ ബാധിച്ചാൽ പൈസ ഒരു വിലയില്ല അവിടെ. ഓക്കെ, ഏത് ജാതിയിലായാലും കൊറോണ ബാധിച്ച ഒരു കാര്യമില്ല. സോ ഇവിടെ ജാതി, മതം, പൈസ ഇതൊന്നും ഒരു ഫാക്ടർ അല്ല. സോ ഇവിടെയും ഭാഗവതവും അത് തന്നെയാണ് പറയണത്. ദാറ്റ് ഈസ് നമുക്ക് ഭേദഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല, ഒരു ഉത്തമ ഭക്തന് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഒരു ഭക്തൻ എല്ലാരെയും കാണുമ്പോ വന്ദിക്കും, എല്ലാരോടും സഹകരിക്കും. പക്ഷെ നമ്മൾ എന്താണ് ഈ ലോകത്ത് കാണുന്നത്? ഈ ലോകത്ത് നമ്മൾ കാണുന്നത് ഡിഫറൻസ്, ഈ ഒരു എന്താ പറയാ, എല്ലാരെയും നമ്മള് യുനോ ഡിഫറെന്റ് ആയിട്ടാണ് കാണുന്നത്. ബേസ്ഡ് ഓൺ ദിയർ ഇക്കണോമിക് capacity, അല്ലെങ്കിൽ based on their religion, or based on their haves and have nots. ഇതാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. That is the difference between haves and have nots. അതിന്റെ പ്രശ്നങ്ങളാണ്, എല്ലാ പ്രശ്നങ്ങളുടെ സോഴ്സ് അതാണ് ബേസിക്കലി. ഓക്കെ, സോ ഭാഗവത മാർഗത്തിൽ നമ്മൾക്ക് ജാതി മത ഭേദങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഭാഗവതം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സൂര്യന്റെ മുമ്പിൽ ആർക്കെങ്കിലും ഭേദമുണ്ടോ? ഒരാൾക്ക് കൂടുതൽ വെളിച്ചം അല്ലെങ്കിൽ ഒരാൾക്ക് തീരെ വെളിച്ചം കുറവ് സൂര്യൻ കൊടുക്കാറുണ്ടോ? എല്ലാവർക്കും ഒരേപോലെയാണ്. സോ ജാതി മതം എല്ലാം ഇറ്റ് ഈസ് ഓക്കെ, ബട്ട് ദർ ഇസ് നോ ഹൈ ആൻഡ് ലോ. എല്ലാവരും ഒരേ ലെവലിലാണ്. ഒരു ശ്ലോകമുണ്ട്, മനസാ സ്മരാ ഗർഭമേതികേ മഹാരാജുലൈന മനുജ്യോതികരാ മനസാ. മനസ്സേ, നീ എന്തിന് ഗർവിക്കുന്നു? മഹാരാജാവായാലും നീ വെറും മനുഷ്യനല്ലേ. ഈവൻ ഇഫ് യു ആർ ദ കിങ്, യു ആർ സ്റ്റിൽ ഓൺലി എ ഹ്യൂമൻ ബീങ്. ആൻഡ് എല്ലാ ഹ്യൂമൻ ബീങ്സും ഈക്വൽ ആണ്. അപ്പൊ നമ്മുടെ ഈ ദാമോദരം മാസത്തിൽ ഒരു റെസൊല്യൂഷൻ നമുക്ക് എല്ലാവർക്കും എടുക്കാം, ദാറ്റ് ഒരു ഉത്തമ ഭക്തനായി നമ്മൾക്ക് മാറാനായിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. താങ്ക് യു ടു മണിലാൽ പ്രഭു ഫോർ ഗിവിംഗ് മീ ദിസ് ടൈം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാവരും ഒരേ മനസ്സുപോലെ ഈ കാർത്തിക മാസത്തിൽ ഉണ്ടാകട്ടെ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുകമ്പയും നമുക്ക് എപ്പോഴും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. അവിടെ വില്വമംഗലത്തിന് എപ്പോഴും പറയാറുണ്ട്, വില്വമംഗലത്തിന്റെയും കുറൂരമ്മയുടെയും കഥ. രണ്ടുപേരും ഒരേ ഭക്തരാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ സമയത്ത് ചെറിയ ചെറിയ ഗർവുകൾ വില്വമംഗലത്തിന് വരുന്നത് കൊണ്ടാണ് വില്വമംഗലത്തിന് ഇടയ്ക്ക് ഭഗവാൻ നഷ്ടപ്പെടുന്നത്. അതേസമയം യാതൊരു ഗർവുമില്ലാതെ വളരെ എളിമയോടെ എപ്പോഴും ഭഗവാനെ വിളിച്ചിരുന്ന വലിയ മഹാഭക്തിയായിരുന്നു കുറൂരമ്മ. അതുകൊണ്ട് തന്നെ കുറൂരമ്മയുടെ ഓരോ ചുവടിലും ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞു മഹാരാജി, ഭഗവാനെ ആരാധനാനാം സർവേഷാം വിഷ്ണു ആരാധനം പരം. അതിൽ പരം മറ്റൊരു ആരാധന കഥാപാത്രം ഈ ലോകത്തെ ഇല്ല. ആരാധനാനാം സർവേഷാം
വിഷ്ണു ആരാധനം പരം. ഈ ഒരു സത്യമാണ് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വീണ്ടും പറഞ്ഞു, കൃഷ്ണ നിർബന്ധേ, ഭഗവാനെ നിർബന്ധമായിട്ടും നമ്മൾ പ്രാപിച്ചിരിക്കണം. കൃഷ്ണ നിർബന്ധേ, കൃഷ്ണ സംബന്ധി, കൃഷ്ണനെ സംബന്ധിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. കൃഷ്ണ നിർബന്ധേ, കൃഷ്ണ സംബന്ധി. ഹരേ കൃഷ്ണ. ഒരു കീർത്തനം സ്നേഹ റെഡിയല്ലേ? ഹരേ കൃഷ്ണ. സോറി പ്രഭു, അവള് വന്നിട്ടില്ല. എവിടെ പോയി? ഹരേ കൃഷ്ണ. ബാത്റൂം പോയി. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം നമ്മള് വീണ്ടും കീർത്തന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോവിന്ദ കൃഷ്ണ ഹരി ഓം, ഗോപാല കൃഷ്ണ ഹരി ഓം, ഗോവിന്ദ കൃഷ്ണ ഹരി ഓം, ഗോപാല കൃഷ്ണ ഹരി ഓം, ഗോവിന്ദ കൃഷ്ണ ഹരി ഓം, രാധാ രമണ ഹരി ഓം, ഗോവിന്ദ കൃഷ്ണ ഹരി ഓം, ഗോപാല കൃഷ്ണ ഹരി ഓം, राधा के संग मुरली बजावे, गोपियन के संग रास रचावे, राधा के संग मुरली बजावे, गोपियन के संग रास रचावे, सबको नचावे हरि ओम, गोपाल कृष्ण हरि ओम, सबको नचावे हरि ओम, गोपाल कृष्ण हरि ओम, गोविंद कृष्ण हरि ओम, गोपाल कृष्ण हरि ओम, गोविंद कृष्ण हरि ओम, गोपाल कृष्ण हरि ओम, आजा मनवा तुझको बुलावे, निस दिन गावे चैन न पावे, आजा मनवा तुझको बुलावे, निस दिन गावे चैन न पावे, तड़प बुलावे हरि ओम, दौड़ाया है हरि ओम, तड़प बुलावे हरि ओम, दौड़ाया है हरि ओम, गोविंद कृष्ण हरि ओम, गोपाल कृष्ण हरि ओम, गोविंद कृष्ण हरि ओम, राधा रमण हरि ओम, गोविंद कृष्ण हरि ओम, गोपाल कृष्ण हरि ओम, गोविंद कृष्ण हरि ओम, गोपाल कृष्ण हरि ओम. हरे कृष्ण. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. ഗോവിന്ദ കൃഷ്ണ ഹരിയൂ. ഞാൻ പാടിയ മനോഹാരിത കളയുന്നില്ല. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ പല പല രാഗങ്ങളിലൂടെ കൃഷ്ണനും സഖിമാരും രാസനൃത്തം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പം അവിടെ വേത്രതീർത്ഥവും കഴിഞ്ഞ് പിന്നെ പോകുന്നത് കുമുദവനത്തിലേക്കാണ്. കുമുദവനവും കഴിഞ്ഞിട്ട് അപ്പം
ഭഗവാൻ മെയിനായിട്ട് പാടിയ രാഗങ്ങൾ ഏതൊക്കെയാണ് അറിയാമോ? മ്യൂട്ടാണ്. ഭഗവാൻ ഒരുപാട് സപ്തസ്വരങ്ങളൊക്കെ പാടി. അതിനകത്ത് മെയിനായിട്ട് പാടിയ രാഗങ്ങൾ ഏതൊക്കെയാണ്? ഭൈരവം, ഭൈരവം നേരത്തെ നമ്മൾ പറഞ്ഞു. മേഘമല്ലാരം, മേഘമല്ലാരം ചൊല്ലിയാണ് മഴ പെയ്ച്ചത്. മേഘമല്ലാരം, ദീപകം, ശ്രീരാഗം മീനാട്ട് പാടിയ രാഗങ്ങളാണ്. അങ്ങനെ ഭഗവാനും സഖിമാരും എല്ലാം മധുവനത്തിലെത്തും. മധുവനത്തിൽ ഇതൊക്കെ പറയുന്നത് വീണ്ടും നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പം ഇതൊക്കെ ഓർമ്മിക്കണം. മധുവനത്തിലെത്തും. മധുവനത്തില് നല്ല 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 പഴങ്ങളുള്ള മരങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ആമ്ര മരം, മാതളം, ദ്രാക്ഷം, ബദാം, കദംബം, ശ്രീഫലം, കടജം, വടം, പനസം, പിപ്പലം, തുളസി, കേതകി, പിന്നെ മുള, കന്നി, ഇലഞ്ഞി, മന്ദാരം ഇതൊക്കെ വളരെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവിടുന്ന് വീണ്ടും അവിടെ വെച്ചിട്ട് ഭഗവാന്റെ ആ രാഗത്തില് ഗോപികമാര് മോഹാലസ്യപ്പെട്ടു പോയി. പിന്നെ അവിടുന്ന് നേരെ പോകുന്നത് പിന്നെ കാമവനത്തിലേക്കാണ്. കാമവനത്തിൽ പോയിരുന്നു. ഇതൊക്കെ വീണ്ടും വീണ്ടും ദശമസ്കന്ധം വായിക്കുമ്പം ആ വൃന്ദാവനത്തിലെ ഭംഗിയും ആ ഭക്തിയും ആ അന്തരീക്ഷവുമാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. ഭഗവാന്റെ ആ ദയ, ഭഗവാൻ ഈ നൃത്തങ്ങളൊക്കെ അങ്ങയുടെ അനുകമ്പയുടെ ഭാഗമായിട്ടാണ്, അവർക്കുള്ള അനുഗ്രഹമാണ്. അത് കേൾക്കാനുള്ള ഭാഗ്യമെങ്കിലും നമ്മൾക്ക് കിട്ടണമേ എന്ന് ഈ കാർത്തിക മാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. സ്നേഹ റെഡിയല്ലേ? റെഡിയാണ്. ഹരേ കൃഷ്ണ. ശരി. മൂടി പുതച്ചിരിക്കുക. ഹരേ കൃഷ്ണ. Shall I say? Prabhupada Disappearance Day Special. Jayanilo Premadana Guruna Prachu Eno Prabhu Kota Gila Acharya Thakur Amora Swarup
Hare Krishna. ഹരേ കൃഷ്ണ. താങ്ക് യു. ഭഗവാന്റെ പാട്ട് പാടുമ്പോൾ തീർച്ചയായിട്ടും എനർജി വീണ്ടും കിട്ടും, യാതൊരു കുഴപ്പവുമില്ല. അതൊക്കെ വളരെ പ്രൂവ്ഡ് ആണ്. വലിയ ഭക്തനൊന്നും ആയിരുന്നില്ല എൻ്റെ അച്ഛൻ, പക്ഷേ അച്ഛന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വളരെ യാദൃച്ഛിക പറഞ്ഞതാണ് ആ കാര്യമൊക്കെ. പക്ഷെ അതൊരു കോയിൻസൈഡ് എന്ന പോലെ അത് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പുള്ള കേരള കൗമുദി ഓൺലൈനിൽ അന്നത്തെ കഥികന്മാരെ പറ്റിയും കഥകളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. വീണ്ടും ഞാൻ അങ്ങനെ പോയപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ഒരു നിമിത്തമാണ്. നമ്മൾ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി എന്ന് പറഞ്ഞ അക്കിത്തത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. അടുത്ത ആഴ്ച അദ്ദേഹം യാത്രയായി. അതൊക്കെ വൈഷ്ണവർ ഓർമ്മിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കാം. അപ്പം ഞാൻ ഒരു നിമിഷത്തേക്ക് ഒരു ഷെയർ ചെയ്യാനായി. ഇത് 1979 ഫോട്ടോയാണ്. ഇത് കേരള കൗമുദി ഓൺലൈൻ 2-3 ദിവസം മുമ്പ് ഫോട്ടോ വന്നില്ല, ഈ കാതികനെ കുറിച്ചൊക്കെ വന്നിരുന്നു. ഒരു ദിവസം 2-3 പ്രാവശ്യം ആ എനർജി ഭഗവാനെ കൃഷ്ണ എന്ന് വിളിച്ചിട്ടാണ് അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരു ദിവസം 2-3 പ്രോഗ്രാം. അതും ഒരു ദിവസം മാത്രമല്ല, 4 മാസം. ഡിസംബർ തുടങ്ങിക്കഴിഞ്ഞാൽ മുഖത്തറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലായിരിക്കും ലാസ്റ്റ് വരുന്നത്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ യാത്ര ചെയ്യും. പകല് സ്കൂളിലും പോകണം. അപ്പം അച്ഛൻ പറയുന്നത്, നഞ്ചിരിക്കുന്നിടത്തെ പിഞ്ചത്തോള്, നമ്മുടെ മനസ്സ് നന്നായി ഇരുന്നാൽ മതി എന്ന് പറയുന്ന ആ ഒരു മഹാമനുഷ്യൻ അച്ഛനും കൂട്ടരുമാണ്. കാതികൻ തേവർത്തോട്ട സുകുമാരൻ എന്ന് പറയും. അദ്ദേഹം പറഞ്ഞ അന്നത്തെ കഥ എന്നാൽ അയ്യന്യത്തിന്റെ വേഗത പോരാ, 3000-ഓളം വീതികളിലെന്ന് പറഞ്ഞു. ഇന്ന് ഇവരിലെ 2-3 പേരുടെ മക്കളും ഒക്കെ ആയിട്ട് ഇപ്പോഴും എനിക്ക് ബന്ധമുണ്ട്. അതാണ് എൻ്റെ ഒരു ഹോബിയും. ഹരേ കൃഷ്ണ. താങ്ക് യു. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. വളരെ അപൂർവമായിട്ട് ഇത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേന് പലരും പഴയ കാലഘട്ടത്തിലെ കലാകാരന്മാർ അമൂല്യമായ ഫോട്ടോയാണ്. കാര്യം അന്നത്തെ കാലഘട്ടത്തെ ഫോട്ടോഗ്രാഫിയൊക്കെ വളരെ അപൂർവമാണ്. ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുകൊണ്ട് ഒരുപാട് റിപ്ലൈ ഒക്കെ വന്നു. ഹരേ കൃഷ്ണ. അപ്പം അന്നും ഇന്നും പറഞ്ഞു തന്നിട്ടുള്ളത് ഒരേ ഒരു കാര്യമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. മനസ്സ് ക്ലിയർ ആയിരിക്കുക, പിന്നെ ഭഗവാനെ വിചാരിക്കുക. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മൾ ഭഗവാനെ വിളിക്കും തോറും നമ്മൾ കൂടുതൽ എളിമയോളം വരണം. അവിടെയാണ് ശിക്ഷാഷ്ടകത്തില് ആ ശ്ലോകം പറയുന്നത്. ഏതാ സ്മിതമാതാജി? പുല്ലിനെ പോലെ നമ്മൾ മാറണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത്രത്തോളം നമ്മൾ താഴുമ്പോൾ മാത്രമേ. ഇപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. രാസനൃത്തം ചെയ്ത് ഇങ്ങനെ പോയി അവര് വിശർത്ത് ക്ഷീണിക്കുമ്പോഴാണ് മേഘമല്ലാരം വായിച്ചിട്ട് മഴ പെയ്യിക്കുന്നത്. അങ്ങനെ ആണ് പിന്നീട് ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ ചൂരൽ വടി കൊണ്ട് വരയ്ക്കുന്നതും വേത്ര തീർത്ഥം ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുമുദവനത്തിലേക്കും താലവനത്തിലേക്കും കുമുദവനത്തിലേക്കൊക്കെ പോകുമ്പോഴാണ് ഈ ഗോപികമാർക്ക് ചെറിയ ഒരു ഗർവ് ഉണ്ടാകുന്നത്. അപ്പം കാര്യം ഗോപികമാര് ശരിക്കും മൂർച്ഛിച്ചു പോയി ഭഗവാന്റെ ആ രാഗത്തില്. അങ്ങനെയാണ് ഭഗവാൻ അവിടുന്ന് ഡിസപ്പിയർ ആവുന്നത്. അപ്പം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒന്നും അതിർവരമ്പുകളില്ല. നിഷ്കളങ്കമായ അകങ്കളമായ പ്രേമം മാത്രമേ ഉള്ളൂ. പിന്നെ ഭഗവാൻ അവിടുന്ന് സാങ്കേതവടം എന്ന വനത്തിൽ പോയി, ഭദ്രവനത്തിൽ പോയി, വില്ലുവനത്തിൽ പോയി, കോകിലവനത്തിൽ പോയി. ഇപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ പ്രാവശ്യവും വൃന്ദാവനത്തിൽ പോകുന്നു. ഓരോ പ്രാവശ്യവും നമ്മൾ വളരെ വൈകാരികമായിട്ട് വൃന്ദാവനത്തിൽ പോകുന്നു, ഭഗവാന്റെ പാദസ്പർശനമേറ്റ ആ ഭൂമിയിൽ നമ്മളും ഒന്ന് ദർശിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, നമ്മളെക്കാൾ വലിയ ഭക്തന്മാർ വൃന്ദാവനത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തികമായിട്ട് അവർക്ക് ഗതിയില്ല പോകാൻ. അവർക്ക് ഭഗവത്ഗീത മാത്രം ആശയം. ഭഗവത്ഗീത പറയുന്നുണ്ട്, ഭഗവത്ഗീത ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫലശ്രുതി എന്നുള്ളത്. വൃന്ദാവനത്തിൽ പോയതിന് തുല്യമാണ്, ഗംഗാജലത്തിൽ കുളിച്ചതിന് തുല്യമാണ്. അവരങ്ങനെ സംതൃപ്തയാവും. പക്ഷെ നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ, ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി, അല്ലെ എൻ്റെ അങ്ങേ പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി, ഇനി പോകുന്നത് ഞാൻ ഇപ്രാവശ്യം എനിക്ക് പോകാം, പക്ഷേ ഞാൻ ഇപ്രാവശ്യം പോകുന്നില്ല. ഞാൻ പോകാൻ ആയിട്ട് തീരുമാനിച്ചിരിക്കുന്ന ആ സങ്കല്പം എടുത്തിരിക്കുന്ന ആ ചെലവ് ഏത് ഒരു ഭക്തന്
നിർധനനായ ഒരു വലിയൊരു ശ്രേഷ്ഠനായ ഒരു ഭക്തന് ഞാൻ കൊടുക്കാം, അദ്ദേഹം ഇപ്രാവശ്യം വൃന്ദാവനത്തിൽ പോകട്ടെ. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്? അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നതിനോടൊപ്പം അവരെയും കൂട്ടാം. ഇതൊക്കെയാണ് ഭക്തിയുടെ തലത്തിലേക്ക് പോകുന്നതും ഭഗവാന് സന്തോഷമാകുന്നതും. നമ്മളെല്ലാ വർഷവും വൃന്ദാവനത്തിൽ പോകുന്നു, നമ്മുടെ മഹാഭാഗ്യം. അതുപോലെ ആ മഹാഭാഗ്യം മറ്റുള്ളവർക്കും കൊടുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൃഷ്ണ അത് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് വേണം നമ്മൾ കരുതാൻ. ഹരേ കൃഷ്ണ. അടുത്തൊരു കീർത്തനമായിട്ട് അതുകൊണ്ട് നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. ആര് ചെയ്യാം? ഹരേ കൃഷ്ണ. ആ, നന്നു വരുന്നല്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ, നന്നു ചിരിച്ചു. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ആ. आरती कुंज बिहारी की, श्री गिरिधर कृष्ण मुरारी की। आरती कुंज बिहारी की, श्री गिरिधर कृष्ण मुरारी की। गले में बेचिंदी माला, बजावे मुरली मधुर बाला। श्रवण में कुंडल जल काला, नंद की आनंद नंद लाला। गगन सम अंग का കേൾക്കുന്നില്ല. ചെറിയ സൗണ്ട് ഉണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെ ചെറിയ സൗണ്ടാണ്. കേൾക്കുന്നില്ല, ഭയങ്കര ചെറുതായിട്ട്. അടുത്ത് വെച്ചാൽ മതി. ഒരു മിനിറ്റ്. ആ, ആമി അഷ്ടകത്തിന് റെഡി ആവുക. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അവിടെ റെഡി ആവുമ്പോഴത്തേന് നമുക്ക് അടുത്ത. ആ, കേൾക്കുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ. आरती कुंज बिहारी की, श्री गिरिधर कृष्ण मुरारी की। आरती कुंज बिहारी की, श्री गिरिधर कृष्ण मुरारी की। गले में बेचंदी माला, बजावे मुरली मधुर बाला। श्रवण में कुंडल जल काला, नंद की आनंद नंद लाला। गगन सम अंग कांति काली, राधिका चमक रही आली। लतन में ताड़े बनमाली, भ्रमर सी अलग कस्तूरी तिलक। चंद्र सी झलक ललित छव श्यामा प्यारी की, श्री गिरिधर कृष्ण मुरारी की। आरती कुंज बिहारी की, श्री गिरिधर कृष्ण मुरारी की। आरती कुंज बिहारी की, श्री गिरिधर कृष्ण मुरारी की। कनक में मोर मुकुट बिल से, देवता दर्शन को तरसे। गगन सो सुमन राशि बरसे, बजे मोर जंग मधुर मृदंग। ग्वालिनी संग अतुल रति गोप कुमारी की, श्री गिरिधर कृष्ण मुरारी की। आरती कुंज बिहारी की, श्री गिरिधर कृष्ण मुरारी की। आरती कुंज बिहारी की, श्री गिरिधर कृष्ण मुरारी की। जहाँ ते प्रकट बाई गंगा, कलश कलिहारिणी श्री गंगा। स्मरणते होठ मोह भंगा, बसी शिव शीश जटा की बीच। हरि एक कीच चरण चव श्री बनवारी की, श्री गिरिधर कृष्ण मुरारी की। आरती कुंज बिहारी की,
श्री गिरिधर कृष्ण मुरारी की। चमकती उज्जवल ततरेनु चहु दिशि गोपी ग्वाल रेनु। बजा रही वृंदावन बेनु हनसत मृदु मंद चांदिनी चंद्र कटट भव फंड ते सुंदीन बिगारी की। श्री गिरिधर कृष्ण मुरारी की। आरती कुंज बिहारी की। श्री गिरिधर कृष्ण मुरारी की। आरती कुंज बिहारी की। श्री गिरिधर कृष्ण मुरारी की। आरती कुंज बिहारी की। श्री गिरिधर कृष्ण मुरारी की। ആരതി കുഞ്ച വിഹാരിക്ക് ശിതിരിത कृष्ण मुरारी की। കൃഷ്ണ മുരാരിക്ക് ജി. ബ്യൂട്ടിഫുൾ. നമ്മൾ ആരതി ചെയ്യാൻ പോവുകയാണ് ഇനി. ദാമോദര അഷ്ടകം ചൊല്ലും. ഭഗവാൻ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓർമ്മിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളുടെ ഇൻട്രസ്റ്റ് കൂട്ടിക്കൂട്ടി വരാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും തീർച്ചയായും നമുക്ക് കാർത്തിക മാസവുമായിട്ട് നാളെ തീർച്ചയായും വെള്ളിയാഴ്ച എല്ലാവരും പങ്കെടുക്കണം. നമ്മുടെ കുടുംബാംഗത്തിലെയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു സംഖ്യയിൽ കുറവ് വരരുത്. തീർച്ചയായിട്ടും പങ്കെടുക്കണം. നാളെ വെള്ളിയാഴ്ച 7:30 7:30 അതെ, നമുക്ക് പങ്കെടുക്കണം. അപ്പോൾ അഷ്ടകത്തിലേക്ക് പോവുകയാണ്. ഞാൻ മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ പോലും ഇതേ ഐഡി തന്നെയാണ്. അപ്പം അഷ്ടകത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്ന് നമ്മുടെ ഹോസ്റ്റ് ഗൃഹസ്ഥൻ കുടുംബം നമ്മൾ എത്തിയിരിക്കുന്നത് രാജീവ് പ്രഭുവിന്റെയും ശിവമാതാജിയുടെയും വീട്ടിലാണ്. രാജീവ് പ്രഭുവിനും ശിവമാതാജിക്കും കുട്ടികൾക്കും ബന്ധുമിത്രാദികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വിപിൻ പ്രഭു ഹരേ കൃഷ്ണ. സമയമായി. വിപിൻ പ്രഭു ഹരേ കൃഷ്ണ, ജയപ്രകാശ് പ്രഭു ഹരേ കൃഷ്ണ, രാജീവ് പ്രഭു ഹരേ കൃഷ്ണ, ചേട്ടാ പ്രഹ്ലാദൻ ചേട്ടാ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശില്പമാതാജി, സ്മിതമാതാജിയൊക്കെ ഈ പ്രാവശ്യം ഒരുപാട്. അതുകൊണ്ട് എനിക്ക് വെറുതെ ഇരിക്കാം. കാര്യം എനിക്കൊന്നും അറിയത്തില്ല പറയാൻ. ഹരേ കൃഷ്ണ. ഞാൻ പപ്പ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നമ്മൾ ദാമോദരാഷ്ടകത്തിലേക്ക് പോകുന്നു. ഭഗവാന്റെ പാദകമലങ്ങളിൽ നിന്ന് മുഖകമലത്തിലേക്കും സാധാരണ പറയാറുള്ളത് പോലെ 4 പ്രാവശ്യം ക്ലോക്ക് വൈസ്. 1 2 3 4. ഓക്കെ, റെഡിയല്ലേ ആരതി ചെയ്യാൻ? ഓക്കെ, നമ്മളും രാജീവ് പ്രഭുവിനോടും ശിവമാതാജിയോടും ഒപ്പം നമ്മളും ഇന്നിവിടെ ആരതി ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ആമി അഷ്ടകം ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രാജമനാം യശോദാഭിയോ ലോകലാദവമാനാ പരം ദൃഷ്ടമത്യന്തോ ഗോപ്യാ ഹൃദം തം മുഹുർനേത്രയുഗ്മം പ്രജന്തം കരാംബോജയോഗ്മേന ശാകന്തനേത്രം മോഹശ്വാസകമ്പത്രിരേകാന്തകണ്ഠ സദഗ്രൈവം ദാമോദരം ഭക്തിബദ്ധം ഇതി വൃക്ഷ്വലീലാഭിരാനന്ദകുണ്ഡേ സ്വഘോഷം നിമജ്ജസ്തമഖ്യാപയന്തം തദീയേഷു ധന്യേഷു ഭക്തിർജിതാത്രാ പുനഃ പ്രേമതസ്തം ശാതാവൃതിവന്ദേ പരം ദേവമോക്ഷം ന മോക്ഷാവധിം വാ ന ചാന്യം വൃണേഹം വരേഷാദബീഹാ ഇദം ദേവ പൂർണ്ണാദ ഗോപാല
व्रतं कुण्डलैस्मिद्धारक्तस्तगोप्या मोहस्तुम्बितं बिम्बरक्ताधरं मे मनस्या विरस्त्रमालं लक्ष्यलाभे नमो देव दामोदरानन्द विष्णु प्रसीद प्रभो दुःखजलाभिमग्नम् कृपा दृष्टिवृष्ट्यादिदिनं प्रदानो गृहाणे च मामन्यदृश्या कुबेरात्मजौ भद्रमुते वयद्वात् जयामोषितौ भक्तिभजौ कृतौ च तदा प्रेमभक्तिं सदा मे प्रयच्छ नमो द्रोहो मे दामोदरेहा नमस्ते सुदाम्ने स्फुरदीप्तिदाम्ने यदियोदराय विश्वास्य दाम्ने नमो राधिकाय तदीया प्रियाय नमो नन्दलीलाय देवाय तुभ्यम् नमो राधिकाय तदीया प्रियाय नमो नन्दलीलाय देवाय तुभ्यम् हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्ण हरे कृष्ण। श्री दामोदराष्टकम जी जय, श्री दामोदर भगवान की जय, श्री राधा दामोदर की जय, श्री प्रभुपाद की जय। हरे कृष्णा। താങ്ക് യു ആമി, അതുപോലെ രാജീവ് പ്രഭു, ശിവമാതാജി, നന്ദന, കീർത്തന, നന്നു, ഹരേ കൃഷ്ണ, അമൃതമാതാജി ഹരേ കൃഷ്ണ, താങ്ക് യു, വളരെ സന്തോഷം. വിസ്മയ ഹരേ കൃഷ്ണ. വിസ്മയ കാണാനില്ലായിരുന്നല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, നാളെ റെഡി ആയിട്ടിരിക്കൂ, നാളെ വരണം. ഓക്കെ, ഹരേ കൃഷ്ണ. നാളെ സെയിം ടൈം, നാളെ നേരത്തെ വരണം. ഇന്ന് തന്നെ നമ്മൾ ഇത്തിരി ലേറ്റായി. ഷാർപ്പ് 7:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ വർഷം എനിക്ക് 9 മണിക്ക് നിർത്തേണ്ടതുണ്ട്. 9 മണിക്കല്ല, ഞാൻ 8:50 ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തള്ളിപ്പോകുന്നതാണ്. ഞാൻ ഓപ്പൺ ആകുമ്പോഴത്തേനും അവരെല്ലാം കൂടെ എടുത്തിയാടി വരുന്നവരാണ് വരുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. 5. ജയപ്രകാശ് പ്രഭു എന്താ പറഞ്ഞേ? എന്തോ ഒരു ചെറിയ കൊച്ചു വർത്തമാനം അല്ലെ? ഹരേ കൃഷ്ണ. ഓക്കെ, വിജു പ്രഭു ഹരേ കൃഷ്ണ. ചേച്ചി ഹരേ കൃഷ്ണ. എല്ലാവർക്കും സന്തോഷം. സ്നേഹപൂർവാധികം ഭംഗിയായിട്ട് ആരോഗ്യത്തോടെ നാളെ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ആള് നാളെ 7:30 ബി റെഡി. ഹരേ കൃഷ്ണ. 5, 4, 3, 2, 1, 0. ഡിം. ഹരേ കൃഷ്ണ.